രുക്മിണി സ്വയംവരത്തിന് കൃത്യമായിട്ട് എൻ്റെ ഒരു പ്രഭാഷണം വയ്ക്കും നാട്ടുകാരെന്നെ വളർത്തിയെന്ന് വേണം പറയാം. എനിക്ക് ഒരിക്കലും കേരളത്തെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷ്ണൻ്റെ ആളുകളാണ്. അപ്പം ഞാനിതിനകത്ത് ഒത്തിരി പരിഷ്കാരം വരുത്തി യജ്ഞത്തിൽ. ആദ്യമായിട്ടൊരു യജ്ഞാചാരിയായിട്ട് പോകുന്ന ഒരു പെണ്ണെന്ന് പറയുന്നത് ഞാനാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി, ഞാൻ ഇതിനകത്ത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്നെക്കൊണ്ട് എൻ്റെ മക്കളാണ്. അവരെ കുടുംബത്തിൽ നിന്ന് സമാജത്തിൽ നിന്നൊക്കെ കൊള്ളരുതാത്തരായിട്ട് എനിക്കൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ അപവാദം പറഞ്ഞിട്ടില്ല കേരളം. ഞാൻ സ്വയം ശാന്തതയും എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്ന് ഞാൻ എൻ്റെ ജന്മം പാഴാക്കിയില്ല. ഞാനൊരു പുലിയല്ല, പക്ഷെ ഞാനൊരു പുലിയുടെ ആളാണ്. സത്യം പറഞ്ഞാൽ അവഭൃത സ്നാനത്തിന് പോകുമ്പോൾ അപ്പോഴും പമ്പയിൽ പോകുമ്പോഴും അപ്പോഴും പരിന്ത് വരിക. തിരുവാഭരണത്തിലൂടെ ഞാൻ നടന്നു പോകുന്ന വെച്ചാൽ എതിർച്ചയാണ്. പന്തളം കൊട്ടാരമായിട്ട് എനിക്ക് വലിയ ഇൻറ്റിമസിയാണ്. തിരുനടയിൽ വെച്ച് നിറച്ച് പോറ്റി തന്നു അനുഗ്രഹിച്ച് ഇരിക്കുന്നവരുടെ പുറകെ ഓടുക തിരുവാഭരണത്തിലൂടെ. നല്ല ബുദ്ധിമുട്ടാണ്. 10-20,000 സാലറിയുള്ള ഹസ്ബൻഡ് വരാതായി, പിന്നെ വീട്ടിൽ നിന്നൊന്നും തരാതായി, നാട്ടിലുള്ള അവസ്ഥ, പ്രായപൂർത്തിയായ പെൺകുട്ടി, ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഞാൻ ഈ യജ്ഞങ്ങൾ 2,500 യജ്ഞങ്ങൾ ചെയ്തു, പ്രഭാഷണങ്ങൾ. രുക്മിണി സ്വയംവരത്തിന് കൃത്യമായിട്ട് എൻ്റെ ഒരു പ്രഭാഷണം വയ്ക്കും അതായത് നാട്ടുകാരെന്നെ വളർത്തിയെന്ന് വേണം പറയാം. എനിക്ക് ഒരിക്കലും കേരളത്തെ എനിക്ക് പഴിക്കാനൊക്കത്തില്ല ആ കാലഘട്ടത്തിൽ, സ്ത്രീകൾ പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ പ്രായത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അമ്മമാരാണ് എല്ലാവരും വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുന്നത്. അപ്പം ശരിക്കും ഞാൻ എൻ്റെ വീട് പണിയുന്നതിനാണെങ്കിലും, ഈ കുളം നികത്ത മണ്ണടിക്കുന്നതിനാണെങ്കിലും, പിന്നെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനാണെങ്കിലും എല്ലാം എനിക്ക് യജ്ഞശാലകളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കോഴിക്കോട് മാറാട് യജ്ഞശാലയിൽ പോയിട്ട് ചാക്കിനകത്താണ് എനിക്ക് സ്വാതദക്ഷിണ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ എല്ലാവർക്കും കൊടുക്കും. കാര്യം ഞങ്ങളൊരു ടീമാണ്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അല്ലെ ജോലിയൊന്നുമല്ല, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷ്ണൻ്റെ ആളുകളാണ്. അപ്പം ഞാനിതിനകത്ത് ഒത്തിരി പരിഷ്കാരം വരുത്തി യജ്ഞത്തിൽ. കാര്യം പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പായൽ മാറാത്ത വെള്ളത്തിൽ ചെന്ന് കുളിച്ചിട്ട് ആ ഈറിനോടുകൂടി യജ്ഞാചാര്യന്മാർ നടക്കണം, കുറച്ച് ദക്ഷിണയെ കൊടുക്കത്തുള്ളൂ. ഞാൻ താമസിക്കുന്ന, എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഒരു ചാർത്ത് കെട്ടി ഇവരെല്ലാം വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഞങ്ങൾ വായിക്കാൻ വരുന്ന ഇവരെല്ലാം ഈ അമ്പലത്തിൻ്റെ ഇങ്ങേപ്പുറത്ത് കൊതുകടിയും കൊണ്ട് പർണശാലയൊക്കെ കിടക്കണം. ഇതുവെല്ലാം നടക്കുമോ? പണ്ടങ്ങാണ്ടോ പിന്നെ നൈമിശവനത്തിൽ ചെയ്ത യജ്ഞം പോലെ ചെയ്യണമെന്നാണ് പറയുന്നത് ശുഗപുരം ഋഷി. ഇവരെല്ലാം വീട്ടിൽ പോയി കിടക്കും. ഈ പാവപ്പെട്ട യജ്ഞാചാര്യന്മാർ കിടക്കുന്ന എങ്ങനെ? ഈ അമ്പലത്തിൻ്റെ കൊതുകടി കൊണ്ട്. ഞാനത് മാറ്റി. ഞാൻ പറഞ്ഞു, എനിക്ക് വീട് തരുവാണെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്കും വീട് തരണം, കിടക്കാൻ നല്ല വീട് തരണം. ഞങ്ങൾക്ക് കൊതുകടി കൊള്ളാനൊക്കത്തില്ല, രാവിലെ വായിക്കണ്ടല്ലേ. പിന്നെ ഈ പായൽ കിടക്കുന്ന വെള്ളത്തിലൊന്നും പോയി ഞങ്ങൾ കുളിക്കത്തില്ല, അവപ്രസ്ഥാനം പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല വെള്ളം അല്ലെങ്കിൽ ഞങ്ങൾ കുളിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഈറം ചുറ്റിക്കൊണ്ട് നാട് മുഴുവൻ നടക്കാനൊക്കത്തില്ല, ഞങ്ങൾ അവിടെ വെച്ച് ഡ്രസ്സ് മാറുന്നു. അങ്ങനെ ഒരുപാട് പരിഷ്കാരം ഈ മേഖലയെ വരുത്തി. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വിസ്തരിക്കുന്നില്ല. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ. ആദ്യമായിട്ടൊരു യജ്ഞാചാരിയായിട്ട് പോകുന്ന ഒരു പെണ്ണെന്ന് പറയുന്നത് ഞാനാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. കാര്യം എനിക്ക് 7 മണിക്കൂർ സംസാരിക്കാൻ പരകായവിദ്യ ഇത് ഉപയോഗിക്കുന്നത്, പ്രഭാരസിദ്ധി എന്ന് വെച്ചാൽ രാത്രിയിലെങ്ങാനും ഇരുന്ന് റെഫർ ചെയ്യത്തേ ഉള്ളൂ. അതായത് ഏകാദശം പറയണമെങ്കിൽ നല്ല നോളജ് വേണം, മോക്ഷമാർഗമാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് സൂക്ഷ്മ തത്വത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല നോളജ് വേണം. പക്ഷേ എനിക്കൊരു നോളജ് കിട്ടും അന്നേരം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലേ മക്കളുടെ കാലം ഉണ്ടാകുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി, ഞാൻ ഇതിനകത്ത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എന്നെക്കൊണ്ട് എൻ്റെ മക്കളാണ്. അവരെ കുടുംബത്തിൽ നിന്ന് സമാജത്തിൽ നിന്നൊക്കെ കൊള്ളരുതാത്തരായിട്ട് പിന്തള്ളപ്പെട്ടു. ഭയങ്കര അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ്. മാരേജ് വരുമ്പോഴത്തേക്ക് എൻ്റെ പെൺകുട്ടി സുനിത എന്നാണ് അവളുടെ പേര്. അവൾക്ക് ബുദ്ധിമുട്ട്, അമ്മ സന്യാസിമാരാണ് അവിടെ കയറി ഇറങ്ങുന്ന അപവാദങ്ങൾ, കാര്യങ്ങൾ അങ്ങനെ പറയുന്നതല്ല, അവിടെ നിന്നും കിട്ടത്തില്ലെന്ന് അപവാദം തന്നെ. അത് രാഹുൽ, എനിക്കൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ അപവാദം പറഞ്ഞിട്ടില്ല കേരളം. അതെൻ്റെ ഈ അതിരുകടന്ന് ഈ ഫിലോസഫി കൊണ്ട് ഒരു വ്യക്തി പോലും എന്നെ മറ്റൊരാളെ കൂട്ടി വായിച്ചിട്ടില്ല, ആരെയും ഞാൻ കൂട്ടി കൊണ്ടുപോകത്തുമില്ല. ഒരൊറ്റ സന്യാസിയെ ഞാൻ എൻ്റെ കൂടെ നിർത്തത്തില്ല. ഈ വായിക്കാൻ വരുന്ന പിള്ളേരുടെ കൂടെ കഴിയുന്നല്ലാതെ ഞാനൊരു സന്യാസ സംഗമത്തിന് പോയി അല്ലെങ്കിൽ റൂമെടുത്ത് താമസിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പോകത്തില്ല. അങ്ങനെ പോരെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പ്രഭാരസിദ്ധി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടെ ഉണ്ട് നിൻ്റെ കൂടെ. അങ്ങനെയുള്ള ഗ്രൂപ്പ് ചാടുകയോ അങ്ങനെ പില്ലിഗ്രിം പോയി വന്നു ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് വരിക, ഞാനുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളാണ് അതുങ്ങൾ സഹിക്കുന്നത്. അങ്ങനെ അതിനെ മാരേജ് ചെയ്ത് കൊടുത്ത് 2 കുട്ടികളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കൊരു അസറ്റാണ്, എനിക്കൊരു ശിഷ്യരെയല്ല കിട്ടിയിരിക്കുന്നത്, എൻ്റെ വംശത്തെ കിട്ടിയിട്ടുണ്ട്. ഒരാൾ ആയുർവേദ ഡോക്ടറാണ്.
അതിനിടയ്ക്ക് മകൻ പോയി ജ്യോതിഷ BA എടുത്തു, ജ്യോതിഷ MA എടുത്തു. പിന്നെ 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 അവന് എന്നെക്കാളും കൂടുതൽ ഈ അസ്ട്രോണമിക്കൽ ഫീൽഡിലേക്ക് വളർന്നു. ഇപ്പോഴും ദേവപ്രശ്നം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ. കാഞ്ഞൂർ ദേവീക്ഷേത്രം എല്ലാം ദേവപ്രശ്നം ചെയ്യുന്നു, ഇൻഡ്യൂഷൻ ഉണ്ട്. അപ്പം അവനാണ് അവൻ എന്നെക്കാളും കൂടുതൽ ഈ ജനകീയനായി. ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിരി കല്യാണത്തിന് സമയം എടുക്കുക, ഇതെടുക്കുക. എന്നെ കിട്ടിക്കഴിഞ്ഞാൽ മോശം പറയത്തല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ ജനപ്രിയനായി, അത് ജനങ്ങളുടെ ആളായി മാറി. പിന്നെ ഈ മൂന്നാം തലമുറയിൽ വരും നിന്റെ അടുത്ത തലമുറയെന്ന് പറഞ്ഞാൽ നല്ല ഒരു വൈദ്യനെ കിട്ടി. മിലിറ്ററിയിലായിരുന്നു മരുമാന് ജോലി. അവിടെ നിന്ന് അവനെ മിലിറ്ററി ഓഫീസർ ആക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ തൂത്ത് പിടിച്ച പോലെ പുള്ളി വന്ന് എൻട്രൻസ് എഴുതി. പുള്ളി SM മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് MDക്ക് പഠിക്കുന്നു. അതിൻ്റെ ഇളയത് അമൃത നഴ്സിംഗ് പാസ്സായി. അതിൻ്റെ ഇളയതൊരു വലിയ കലാകാരി. പിന്നെ ഇപ്പോഴും ഈ തമ്പുരാട്ടിയൊക്കെ വിളിച്ചു കൊടുത്ത് പത്മനാഭസ്വാമിയിലൊക്കെ നൃത്തശ്രീയാ എന്ന് വേണം പറയാൻ. വലിയ കല. എന്നെ കൂട്ട് ഞാനും പാടുകയും അന്ന് ഡ്രാമയല്ലേ, എൻ്റെ കല കുറേ കിട്ടിയിട്ടുണ്ട് അവൾക്ക്. മറ്റേ പെൺകുട്ടിയും പഠിക്കുക. അപ്പോൾ എനിക്കൊരു ശിഷ്യരെ അന്വേഷിക്കണ്ട, ഞാൻ അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ വരുന്ന ലോകത്തിലേക്ക് അവരെല്ലാം ഉപകാരികളാകും. നമ്മളുടെ ആ സിസ്റ്റത്തിൽ സ്വാമിയെക്കുറിച്ചല്ലാതെ ഒന്നും ഞാൻ പറയത്തില്ല. കല്യാണ വീട്ടിലെ വിഷയം പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാനോ ഞാൻ അവരുടെ അടുത്ത് പോയി ഇരിക്കത്തില്ല. അവരെൻ്റെ അടുത്തും വരത്തില്ല. വേറെ ഒരു സംഭവത്തിന് ഞാൻ പോകത്തില്ല. ഒരാളുടെ ദുഃഖം കയറി എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് മാത്രം എൻ്റെ ടൈം മുഴുവനും ഞാൻ യൂസ്ഫുൾ ആക്കി എന്നുള്ള രാഹുൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ സ്വയം ശാന്തതയും എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വന്ന് ഞാൻ എൻ്റെ ജന്മം പാഴാക്കിയില്ല. കാര്യം എനിക്ക് സ്വല്പം സമയം കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും മോട്ടിവേഷൻ ചെയ്യും. ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. ഇപ്പം പാതിരാത്രിക്കാണേലും ചിലർ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെച്ച് രമാദേവിനെ വിളിക്കും. ചിലർ ഭർത്താവ് രാത്രി കള്ളുപിടിച്ചിട്ട് വഴക്കിട്ട് രമാദേവിനെ വിളിക്കും. അല്ലെങ്കിൽ ബാബാ സുരേഷിനെ വിളിക്കുന്നവല്ല എന്നെ. 11 മണിക്കാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. അവരുടെ ആ ദുഃഖത്തിന് ശരി നമുക്ക് കാര്യം കണ്ടുവിടാം. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഇവരുടെ കുട്ടിക്ക് രാവിലെ ടെമ്പറേച്ചർ കുറയും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതൊക്കെ നടത്തിക്കൊണ്ടുവന്ന് മുംബൈയിലൊക്കെ ഉണ്ട്. എൻ്റെ ഒരു വലിയൊരു ബ്രോയുണ്ട്, പുള്ളിയുടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയുടെ വൈഫിന്. പുള്ളി ഇങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പ്രഭാരസിദ്ധിയെ വിശ്വസിച്ചിട്ട് പുള്ളി എപ്പോഴും ഇങ്ങനെ ആ ഒരു ട്രെൻഡിൽ നല്ല മാറ്റമാണ്. ആ പെൺകുട്ടി ആ വൈഫ് രക്ഷപ്പെടുക എപ്പോഴും എന്നെ വിളിക്കും. ഞാനൊരു പുലിയല്ല, പക്ഷെ ഞാനൊരു പുലിയുടെ ആളാണ് അല്ലേ. ഞാൻ എപ്പോഴും ഇരിക്കുന്ന അദ്ദേഹത്തിലായിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ഒരുപാട് ഒരു സമയം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. എനിക്ക് അതിലാ സന്തോഷം. എൻ്റെ ജന്മം എനിക്ക് ഇത്രയും ടൈം ദൈവം തന്നു. ആ ടൈം ഞാൻ എന്നെപ്പോലുള്ള ഒരാളിന് ചെറിയ കാര്യമാണേലും വലിയ കാര്യമാണേലും ജനത്തിന് എന്നെ വിശ്വാസമാണ്. ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കും, പാതിരാത്രിയാണേലും. പിന്നെ ഒറ്റയ്ക്ക് ഇപ്പം എൻ്റെ ചിലരൊക്കെ എന്നെ കളിയാക്കി. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എനിക്ക്, ഞാനതുകൊണ്ട് 2020 ഫാമിലിക്കും ബുദ്ധിമുട്ട് വേണ്ട. അവർക്ക് വീഡിയോ കാണണം, റേഡിയോ കാണണം, അതൊക്കെ കാണണം. മരുമകളും കൊച്ചുമൊക്കെ അല്ലേ. ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഒരു 2 റൂമിൽ ഞാൻ ഒറ്റയ്ക്ക്. എനിക്കൊന്നുമില്ല സമ്പാദ്യം. 2 റൂമും ഇതുപോലെയുള്ള കുറേ ദേവതകളും. ഈ ശബരിമലയിൽ എങ്ങനെയായിരുന്നു ശബരിമലയിൽ യജ്ഞം ചെയ്യണം. അന്ന് മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന ആൾ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുക. അപ്പം മിന്നൽ പരമശിവൻ അദ്ദേഹത്തിന് എന്നെ അറിയാം. ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം പോലീസിലിരിക്കുമ്പോൾ സമുദായത്തിൽ ഉണ്ണിത്താന്മാരെന്ന് പറയും, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് എന്നെ കൊണ്ടുപോയെന്നറിയാം. കുറിച്ച് മാരേജ് ചെയ്ത അവിടെ നിന്ന് ഒരുപാട് മഹാത്മാക്കൾ അവിടെ ജനിച്ച്, അതായത് ഒരു പ്രഭു കുടുംബത്തിലാണ്. സത്യം പറഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ ചിലരെനിക്ക് വീഡിയോ ഇടുകയോ ആ ചെറുപ്പക്കാരൻ എങ്ങനെ ഇതിനെ സഹിച്ചെന്ന് ചോദിച്ച് കമൻ്റ് ഇടും. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്നെ ലോകം കാണിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു ഡ്രാമ പ്രിയദർശിനി ഹാളിൽ ചെയ്യിക്കാൻ കാരണം അദ്ദേഹമാണ്. അന്ന് ജഗതി അൻകാചാര്യ ഇടപെടെ എന്നെ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയത് ഹസ്ബൻഡ്. അദ്ദേഹം കഥകളി നടനായിരുന്നു. നമ്മുടെ മാത്തൂർ കഥകളി സെറ്റ് നടന്ന കലാകാരനായിരുന്നു. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ ഒന്ന് സമ്മേളിക്കുന്നതായിരുന്നു ആ സമയത്ത്. ആ 29 വയസ്സിൽ തിരിച്ചു പോരുന്നവരെ എപ്പോഴും. അത് കഴിഞ്ഞും വരുമായിരുന്നു കഥകളി സെറ്റ്. ഹൈദരാലിയൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ പാടുന്നുണ്ട്. മകള് അഷ്ടപതി പാടുന്ന കുട്ടിയാണ്. ഇപ്പോഴും 50 വയസ്സിൽ ഇപ്പം വീണ്ടും എടുത്തു. പട്ടാളക്കാരൻ്റെ അടുക്കളയിൽ നിന്ന് വീണ്ടും വേദികളിലേക്ക് വന്നു തുടങ്ങി, പാടിത്തുടങ്ങി ഇപ്പോഴും. അപ്പം മിന്നൽ പരമശിവൻ വിളിപ്പിച്ചതാണ് അയ്യപ്പസേവാ സംഘം. എനിക്ക് അവസരം തന്നു. അപ്പോൾ ഇപ്പം ഇരിക്കുന്ന താഴമൺകാർക്കെല്ലാം എനിക്കറിയാം. രാജീവർക്കറിയാം, മോഹനർക്കറിയാം, മഹേഷിനറിയാം. ഇവരെല്ലാം അവിടെ ആശ്രമത്തിൽ വരുന്നവരാ. വന്ന് എനിക്ക് തന്നു, അവസരം തന്നു. ഞാൻ അവിടെ യജ്ഞം ചെയ്തു. എൻ്റെ കൂടെ നല്ല കുറേ ടീമുണ്ട്. ഞങ്ങൾ യജ്ഞം ചെയ്തു. പിന്നെ ഉത്സവകാലത്താണ് ചെയ്ത് അയ്യപ്പൻ്റെ യജ്ഞം ചെയ്ത്. സത്യം പറഞ്ഞാൽ
അവഭൃത സ്നാനത്തിന് പോകുമ്പോൾ അപ്പോഴും പമ്പയിൽ പോകുമ്പോഴും അപ്പോഴും പരുന്ത് വരിക. പരുന്ത് പരുന്ത് വരിക. ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നടന്നു പോയി തിരുവാഭരണത്തിൻ്റെ കൂടെ ഞാൻ നടന്നു പോയെന്ന് വെച്ചാൽ എതിർച്ചയാണ്. പന്തളം കൊട്ടാരമായിട്ട് എനിക്ക് വലിയ ഇൻറ്റിമസിയാണ്. ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ നാമജപ ഘോഷയാത്രയും ആചാര്യ സംരക്ഷണം വന്നപ്പം ശശികുമാരി തമ്പുരാനെ നാരായണവർമ്മ തമ്പുരാനെ എന്നെ ഇഷ്ടമാണ്. അപ്പം ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് അശ്വതിരുന്നാൾ തമ്പുരാട്ടിയൊക്കെ വിളിച്ച് പറയും അമ്മയെ കൂടെ കൂട്ടാൻ. അപ്പോൾ കമ്മിറ്റി വരുമ്പോഴൊക്കെ വിളിക്കും. ചേച്ചി എന്നാ ശശി തമ്പുരാൻ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു ഒരു തവണ അവിടെ നിന്നപ്പോൾ ഇവരെല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ പ്രമാദ വിഷയത്തിലുള്ള പ്രസിഡന്റുമാരൊക്കെ ഉണ്ട് പന്തളം കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ ചേച്ചി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തിരുവാഭരണത്തിനുണ്ട്. അയ്യോ ഞാൻ എൻ്റെ വട്ടത്തരത്തിന് ഇപ്പോഴും പറഞ്ഞു 3 കൊല്ലം മുമ്പാണ് ഈ 75-ലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ നിന്നൊരു നെയ്ത്തേങ്ങയും കൊണ്ടുവന്ന് നെയ്യ് അവിടെ വെച്ച് തന്നെ എല്ലാവരും കൂടെ ആ പന്തളം കൊട്ടാരത്തിലേക്ക് തിരുനടയിൽ വെച്ച് നിറച്ച് പോറ്റി തന്നു. അതിനകത്തൊരു ഇതെല്ലാം വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് ഞാൻ ഈ അനുഗ്രഹിച്ച് ഇരിക്കുന്നവരുടെ പുറകെ ഓടുക തിരുവാഭരണത്തിൻ്റെ കൂടെ ഓടുക. ഞാൻ ഓടി. എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞ സമനിരപ്പിലല്ലാതെ സഞ്ചരിക്കരുത്, യോഗയല്ലേ നട്ടല് ഷേക്കാവരുത്, വേറെ വല്ല രോഗം വരും, യോഗയൊക്കെ പോയിട്ട് രോഗിയാകുമെന്ന് എൻ്റെ ഡോക്ടർ എന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുക. അപ്പോഴേക്കും ഞാൻ ഓടി ലാഹ കഴിഞ്ഞ് രാത്രി 2:30 മണിക്ക് വരെ എഴുന്നേറ്റ് ഓടിയിട്ട് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. യജ്ഞമൊക്കെ ചെയ്ത് ഞാൻ വലിയ യജ്ഞം ചെയ്ത ആളല്ലേ ശബരിമല, അയ്യപ്പൻ കൂടെ ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഓടി ലാഹ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇരുട്ടാണ്, ഞങ്ങളുടെ കൂടെ നിന്നോണം, വിട്ടു പോകരുത്, കള്ളന്മാരുണ്ട് എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടല്ലോ, കള്ളന്മാരുണ്ടോ. അപ്പം ഞാനും ഓടി. ഇരുട്ടാണ്, കാലം കോഴി പോകുന്ന ശബ്ദം കേൾക്കാം, ഒരു അനുഭവമാണ് അത്. ഈ ഒരു സന്യാസി പെണ്ണുങ്ങളും പോകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവിടെ വരാൻ പറ്റുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കും. പറ്റത്തില്ല, അത്രയ്ക്ക് ദുരൂഹമായി ഇരുട്ട്. എൻ്റെ മുമ്പേ ആൾക്കാരുണ്ട്. ഞാൻ ഓടി ലൈറ്റില്ല, കുറച്ച് സ്ഥലത്തേക്ക് ഇലക്ട്രിക് ലൈറ്റില്ല. അപ്പോഴേ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാർ രാധാകൃഷ്ണനൊക്കെ ഉണ്ട്, അയ്യപ്പ സേനയുടെ, അവരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവരൊക്കെ നല്ല കരുത്തുള്ള ആമ്പിള്ളേരല്ലേ. ഞാനും ഓടി, എന്തോ ആട്ടെ, രണ്ടും കൽപ്പിച്ച് ഓടി അയ്യപ്പനെ നീതി. അപ്പോൾ ഇടയ്ക്ക് ഈ ഇരുട്ടുള്ളവർത്തപ്പം പ്രഭാകര സിദ്ധയോഗി എന്നൊക്കെ പറയുന്നു 1-2 പേര്. അതായത് നീല ഷർട്ടുണ്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തോ അതുങ്ങൾ എന്തോ ഉടുത്തിരിക്കുന്നു, ഒരു ചെറുക്കൻ ഒരു സ്വാമി ഇതിട്ടിരിക്കും, പ്രഭാകര സിദ്ധയോഗി എന്നൊക്കെ പറയുന്നു. അപ്പം ഞാനൊന്ന് നോക്കി. ഞാൻ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ടോർച്ച് അടിച്ച് കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കള്ളന്മാരല്ല ഇനി എന്നെ. അപ്പോഴതല്ല, സ്വാമിയുടെ കാര്യങ്ങൾ തന്നെ ഇവർ പറയുന്നത്. എനിക്ക് അങ്ങ് നിലയ്ക്ക് ചെല്ലുന്നിടം വരെ ഇവർ ലൈറ്റ് അടിച്ച് കാണിച്ചു. 2 പേരുണ്ട്, 2 ചെറുക്കന്മാരുണ്ട്, ഒരു 10-30 വയസ്സേ തോന്നത്തുള്ളൂ. നീലയാണ് ഉടുത്തിട്ട് ഞാൻ ഓടുക നമ്മുടെ കൂട്ടങ്ങളുടെ മുമ്പിൽ ചെന്ന് വരുന്നിടം വരെ, ഇവരാരും ആയിക്കോട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാ എനിക്ക് ലൈറ്റ് അണിച്ച് കാണിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നിനക്കിവിടെ വീഴണമെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ നോക്കിയടാ, ഇവൻ കൊച്ചിയർക്കാൻ എന്നെ, നീ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. വിട്ടില്ല ഞാൻ. ഇപ്പം വീഴാതെ പോ എന്ന് പറഞ്ഞു. ഫോളോ അപ്പ് ചെയ്ത് നിലയ്ക്ക വരെ വന്നു, പിന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിലയ്ക്കുന്ന് പിന്നെ പോയി അവരുടെ കൂട്ടത്തിൽ കൂടി ഞാൻ ആ തിരുവാഭരണ ഘോഷയാത്രയോട് പോയി. രാജീവാണെന്ന ഇരിക്കുന്നത്, ഒറ്റ നെയ്ത്തേങ്ങയല്ലേ ഉള്ളൂ. കൊണ്ടുചെന്ന പാട് പറഞ്ഞാൽ ഇവിടെ വന്നോന്ന് ചോദിച്ച്. വന്ന് അപ്പോൾ കുത്തി കൊടുക്കുക പുള്ളി അടുത്ത പൂജയ്ക്ക് പോകാനായിട്ട്. എന്ന് വെച്ചാൽ 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഈ മകരജ്യോതി കണ്ടിട്ട്, അതിന് മുമ്പ് ഞാൻ മകരജ്യോതിക്ക് പോയിട്ടുണ്ട്. ഇത് വാങ്ങിച്ച് അഭിഷേകം ചെയ്ത് ആ ഒറ്റ തേങ്ങ ഉണ്ടാവുന്ന, ആ ഒറ്റ തേങ്ങയാണ് കൊണ്ടുപോകുന്നത്. അപ്പം അയ്യപ്പസ്വാമി, ഞങ്ങളുടെ രാഹുല ഞാൻ എതിർച്ചയാണ് പറയാം, അയ്യപ്പസ്വാമി അമ്മ കുടുംബത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ പുന്നപ്രായം. ഞങ്ങളൊരു ദുർഗാക്ഷേത്രമുണ്ട്, ഞങ്ങൾക്ക് മോളില്ല. അതാണ് ഞങ്ങളുടെ പവർ. അമ്മയുടെ ഈ വാഗ്വിലാസത്തിൻ്റെ ഒരടിസ്ഥാനം ആ ദുർഗയാണ്, എഴുത്തിനിരുത്തുന്ന അവിടെയാണ്. അമ്മുമ്മ അവിടുത്തെ കാര്യക്കാരായിരുന്നു, അപ്പൂപ്പനെ അവിടുത്തെ വലിയ കുടുംബം, ക്ഷത്രിയരും നായന്മാരും കൂടെ കലർന്ന ക്ഷത്രിയരുടെ ദേവതയാണ് ഈ ദുർഗ. മേമൂടിയില്ല. അപ്പോൾ അവിടുന്ന് എഴുത്തിനിരുത്തുന്നില്ല. പിന്നെ അച്ഛനും വലിയ പണ്ഡിറ്റായിരുന്നു, കൈനിക്കരയുടെയൊക്കെ ശിഷ്യനായിരുന്നു കുമാരസ്വാമി. അപ്പോൾ ഈ വാഗ്മിത്വം കിട്ടുന്ന ഇങ്ങനെയാണ്, അല്ലാതെ സ്വയം കിട്ടുന്നതല്ല. പിന്നെ സ്വാമി നാക്കിലെഴുതി തന്നു. നമ്മുടെ പ്രഭാകര സിദ്ധയോഗീശ്വരൻ ഒരു നാരായം വെച്ച്, ചെറിയ നാരായം പൊന്നിൻ്റെ വെച്ച് നാക്കിലെഴുതി തന്നത് ഭാഗവതമാണ്. അതെനിക്ക് മനസ്സിലായി. അതാണ് ഈ ഓടക്കുഴക്കാരനെ കിട്ടാൻ കാര്യം. ഭാഗവതമാണ് നാക്കിലെഴുതുന്നത്. ഒത്തിരി അഭ്യാസം ഇവിടെ ചെയ്തു. ഇതിപ്പം 35 കിലോയേ ഉള്ളൂ, എന്താ പറയുന്നത്, ഈ തുലാഭാരം തൂക്കിയിട്ട്. ഇതിനകത്ത് ഇനി അധികമൊന്നും ഇല്ല.
ഈ സൂക്ഷ്മ ശരീരത്തിലാണ് ഇത് വർക്കൗട്ട് ആകുന്നത്. മസിൽസ് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് ചികിത്സിക്കുക എല്ലാവരും, പ്രോട്ടീൻസൊക്കെ അത് പറയാം. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ അയ്യപ്പൻ്റെ ആ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് ഇപ്പം ഈ ഇരിക്കുന്നിടത്തുമുണ്ട്.